ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യമായി നന്ദി പറയുകയാണ്. എന്നെ ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 16/5/23 ഞാൻ കോഴിക്കോട് ചെറുണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അവൻ 2020 കൊറോണ സമയത്താണ് MBA പാസ് ഔട്ടായത്. ആ സമയത്ത് ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും സാധ്യമായിരുന്നില്ല. ഉടമ്പടിയെടുത്തതിന് ശേഷം വിസിറ്റിംഗ് വിസയിൽ അവൻ ബഹ്റിനിലേക്ക് പോവുകയുണ്ടായി. 2 മാസം കഴിഞ്ഞിട്ടും അവന് ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് അവിടെ ജോലി ലഭിച്ചു. ഞങ്ങളുടെ ആത്മീയമായിട്ട് ഞങ്ങളെ കുടുംബത്തെ വളരെയധികം വരുവാനായിട്ട് ഈ ഉടമ്പടി സഹായിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ഞാൻ അദ്ദേഹത്തിന്. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ച ആളല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ 2024 11 മാസമാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അത്യാവശ്യം തെറ്റില്ലാത്തൊരു മദ്യപാനി ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ തർക്കടില്ലാത്ത പുകവലിക്കാരനാണ്. ഒരു 3-4 പാക്കറ്റൊക്കെ വലിക്കും. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഇവർ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഭാര്യ എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ അങ്ങനെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോകുക പറയും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പള്ളിയിലൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മെയിനായിട്ട് ജോലി ചെയ്യുക, മദ്യപിക്കുക, പുകവലിക്കുക, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ശീലം. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അപ്പം മകന് ഇങ്ങനെ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ പറയും, അവൻ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങൾ മദ്യപിച്ച് വന്നതിനെ കൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നോട് പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര വിഷമമാവും. അപ്പം ഞാനിങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കുടുംബത്തിൽ അടിപിടിയൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. മദ്യപിച്ച് വന്നാൽ വീട്ടിലേക്ക് നല്ല ഫ്രൂട്ട്സും മറ്റൊക്കെ വാങ്ങി കൊണ്ടുവരും. പക്ഷെ എന്നാൽ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ അതൊക്കെ ത്യജിക്കുക ചെയ്യുക. നിങ്ങൾ ഒന്നും തിന്നാൻ വാങ്ങിക്കൊടുന്നില്ല, നിങ്ങൾ മദ്യപാനം നിർത്തിയാൽ മതി എന്ന് പറയും. അപ്പോൾ മകനിങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാതെ അമ്മയ്ക്ക് ഒരു വിഷമമായി മാറിയപ്പോൾ ഒരു മകനായിട്ടൊരു ചെറിയൊരു ഇതിൽ വന്ന്. അപ്പോൾ മകൻ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, വലിയ മദ്യപാനാണ്ട, ഞാൻ നിങ്ങൾക്ക് ഡെയിലി ഒരു പെഗ് അടിച്ചോളി, അല്ലെങ്കിൽ ഡെയിലി 2 പെഗ് അടിച്ചോളി നിങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ആയിക്കോട്ടെ. എന്നാൽ മകൻ പറഞ്ഞ മാതിരി തന്നെ 2 പെഗ് അടിക്കാറ്. അപ്പോൾ മകൻ പറഞ്ഞ്, അത് ഞാൻ പാർന്നു തരും എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. അങ്ങനെ പിന്നെ ആഴ്ചയിലൊരു ദിവസം മദ്യപാനിയാക്കി മാറ്റി. അല്ല, ആഴ്ചയിലൊരു ദിവസം മദ്യപിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. ആ ഇടയ്ക്കാണ് ഞങ്ങൾ വീട് മാറി. എൻ്റെ കമ്പനീൻ്റെ അടുത്ത് ഒരു 25-30 കിലോമീറ്റർ അടുത്തേക്ക് താമസം മാറ്റി. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സുഖമില്ലാണ്ടായത്. ആ സുഖമില്ലാണ്ടായിട്ട് ആ സമയത്താണ് എൻ്റെ ഭാര്യ ഇവിടെ ഈ കൃപാസനത്തിൽ ശനിയാഴ്ചൻ്റെ അന്ന് ഇവിടെ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവളവിടെ വന്ന് തിരിച്ചവിടെ എത്തി. ഹോസ്പിറ്റലിൽ വന്ന് അമ്മേൻ്റെ പരിശുദ്ധ തൈലം എടുത്ത് നെറ്റി പൂശിയിട്ട് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, അമ്മ നോക്കിക്കോളൂന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോയി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ അപ്പം നിൽക്കണോടത്ത് താമസിക്കേണ്ട പള്ളിയിലേക്ക് പോകാനൊരു 2 ബസ് കയറി പോകണം. വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവാം. അങ്ങനെ ഞാൻ പള്ളിയിലൊന്നും പോകാത്ത ആൾ ഞാൻ അങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു, നാളെ ഞാനും ഉണ്ട് പള്ളിയിലേക്ക് കയറണി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് ഭയങ്കര ഒരു അതിശയമായി. അങ്ങനെ പിറ്റേ ദിവസം വണ്ടി എടുത്ത് പള്ളിയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ആത്മീയമായിട്ട് എന്തൊക്കെയോ ഒരു തോന്നൽ തോന്നി. അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യനോട് പറഞ്ഞ്, ഇനി കൃപാസനത്തിൽ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ഭാര്യ അപ്പം തന്നെ മകനെ പോളിൽ വിളിച്ച് ഗൾഫിലേക്ക് വിളിച്ച് പറഞ്ഞു, പപ്പ ഗൾഫിൽ കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ഒന്നുകൂടി ഞെട്ടി. കാരണം അതും മകനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞല്ല, ഉടമ്പടി ഒന്നും എടുക്കണ്ട, ഞാൻ എടുത്തേക്കണ്ട ഉടമ്പടി, പിന്നെ നിങ്ങൾ ഉടമ്പടി ഒന്നും എടുക്കണ്ട പറഞ്ഞു. അപ്പം ഞാൻ അത് പറ്റൂല, എനിക്ക് ഈ മാതാവുമായിട്ട് നേരിട്ട് ബന്ധം വേണോ, എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ വളരെ വളരെ വലിയ സന്തോഷമായി. കാരണം ഞാനും വന്ന് 11 വന്ന് 2024 വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അതോടുകൂടി എൻ്റെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞു. എനിക്ക് മദ്യപിക്കാനോ പുകവലിക്കാനോ ഒന്നും തീരെ തോന്നാത്ത രീതിയിലായി. പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, ആത്മീയമായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന 5:30-ക്കുള്ള പ്രാർത്ഥന ഡെയിലി ബെഡ് കേൾക്കുക. പിന്നെ ചൊവ്വാഴ്ചകളിലെ
പിന്നെ ധ്യാനം കേൾക്കുക, പിന്നെ ഈ രാത്രി വൈകുന്നേരം സന്ധ്യ നേരത്തെ കുടുംബമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കുറച്ച് നേരം പ്രാർത്ഥിക്കും. പിന്നെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവം. പിന്നെ കൂട്ടുകാരൊക്കെ മദ്യപിക്കാൻ എന്നെ വിളിക്കൂ. കൂടുതലിരിക്കുമ്പോഴൊക്കെ അവരൊക്കെ കമ്പനി കൂടി വലിയ രീതിയിലാക്കുമ്പോൾ ഞാൻ പറയുന്നത് കണ്ടോ, ഇതിൻ്റെ മാതാവാണ്, ഇതിൻ്റെ കൈത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അതിലേക്കൊരു തീരെ താല്പര്യം തോന്നില്ല, അത് ഉണ്ടാവില്ല, നിങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് കൂട്ടാൻ പോകുകയെന്ന് പറയുകയും ചെയ്യും. അങ്ങനെയാണിപ്പോൾ നമ്മുടെ ജീവിതം. എനിക്ക് എപ്പോഴും ഇപ്പോൾ ഈ അമ്മേനെ കാണണം എന്നുള്ളൊരു പ്രത്യേക ഒരു തോന്നല. അതാണ് ഞങ്ങൾക്ക് മകനെ കൂട്ടി ഇങ്ങോട്ട് വരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ആത്മീയമായിട്ട് ഇപ്പം കൂടുതലായിട്ട് അമ്മേനായിട്ട് അടുക്കാനൊക്കെയായി തോന്നി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ പത്രം ബസ് കയറി അവിടെ ഇവിടെയൊക്കെ ദൂരത്തേക്കൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ കുരിശുപള്ളിയിൽ സുഹൃത്തുക്കൾക്കൊക്കെ പത്രങ്ങൾ കൊടുക്കും. ഭക്ഷണമൊക്കെ ഈ മാനസിക രോഗ ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതേമാതിരി പാവപ്പെട്ട രോഗികൾക്ക് അവർക്കുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ആത്മീയമായിട്ടും മാനസികമായിട്ടും എല്ലാം നല്ല രീതിയിലാണ്. ഒരു എത്ര പറഞ്ഞാലും മതി വരാത്തത്ര അമ്മയോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നെങ്കിലും ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ട് അവിടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ആദ്യം താമസിച്ചിരുന്നത് ഒരു ഓടിട്ട വീട്ടിലായിരുന്നു. ആ ഓടിട്ട വീട്ടിൽ ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും രാവിലെയൊക്കെ തട്ടിയിട്ടാണ് പോയിട്ടുള്ളതെങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും ചതലൊക്കെ വീണിട്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ചതലൊക്കെ വീണിട്ട് എനിക്കത് കാണുമ്പോഴേക്ക് ഭയങ്കര വിഷമായി. പിന്നെ ചിലപ്പം ഇങ്ങനെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തേക്കുമാരുള്ളതുകൊണ്ട് പുഴുക്കളും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വീഴും. എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലം അങ്ങനെ വൃത്തികേടാവുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് നല്ലൊരു വീട് കാണിച്ചു തരണേന്ന്. അങ്ങനെ ഞാൻ ഒരിക്കൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു വീട് തന്നില്ലല്ലോ എന്ന്. അന്ന് എന്നെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരാൾ ഞങ്ങൾക്ക് വീട് കാണിക്കാനായിട്ട് അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു ശല്യങ്ങളും ഇല്ലാത്ത നല്ലൊരു വീട് ഞങ്ങൾക്ക് മാതാവ് തന്ന്. പിന്നീട് ഞാൻ ആ വ്യക്തിയെ ഇതുവരെ കാണുകയുണ്ടായിട്ടില്ല. ആ ആൾ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ കൂടിയും പക്ഷേ ഇന്ന് വരെ എനിക്ക് അയാളെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് നല്ലൊരു വീടാണ്. എല്ലാ സൗകര്യങ്ങളുള്ള, എന്താ പറയുക, ഒരു പ്രശ്നമില്ലാത്തൊരു നല്ല വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ലാഞ്ഞിട്ടല്ല, ജോലി സംബന്ധമായിട്ട് അങ്ങോട്ട് മാറിയതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പത്രമില്ലാതെ ഒരു വഴിക്ക് പോകാൻ ഇഷ്ടമില്ല. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ ബാഗിൽ ഒരു പത്രമെങ്കിലും ഉണ്ടാവും. അത് ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളത് അവരെ ഞാൻ മാതാവിനെ പറ്റി പറയുമ്പോൾ അറിയാതെ വാചാലയായി പോകും. അപ്പോൾ ചിലരൊക്കെ പറയും മാതാവ് കൂടിയതാണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ വന്നപ്പം 2 പ്രാവശ്യം എനിക്കും മകൾക്കും സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യാലഹരിയിലോ അവിധ വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. യേശുവിൽ പ്രിയമുള്ളവരെ, ഷൈജ കുടുംബത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, ഇങ്ങനെ ഉടമ്പടി ജീവിതം മനോഹരമായി അവർ കൊണ്ടുപോയപ്പോൾ, സന്തോഷകരമായി അവർക്ക് ജീവിക്കുവാൻ പരിശുദ്ധമ്മ ഇവർക്ക് നൽകിയ വലിയ കാര്യം, സമയത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, സങ്കടങ്ങൾ എന്തു പറഞ്ഞാലും അത് ഉടനടി പരിഹരിച്ചു കൊടുക്കുന്ന അമ്മ, ഇവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷത്തിലേക്ക് നയിക്കുകയാണ്. ഇവരെ ഈ അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.